ഒരു ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെട്ടു. അന്നേരം അവർക്ക് കൂടുതൽ റീച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമാണ്. അവർ ഒരു ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു, എങ്ങനെയാണ് വണ്ടി പണിയുക എന്നുള്ള പ്രതിസന്ധിയിലായിരുന്നു. അന്നേരം ജസ്റ്റ് ഇങ്ങനെ ഇവരെ പറ്റി അറിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്വന്തം അയൽവക്കക്കാരെന്ന് പറയാം, നമ്മുടെ സ്വന്തം നാട്ടുകാരാണ്. അന്നേരം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ മുഖാന്തരം നമ്മുടെ സ്റ്റാഫ് അജിത്ത് എന്ന് പറഞ്ഞ സ്റ്റാഫുണ്ട്, അവൻ മുഖാന്തരം അവരുടെ കൂടെ ഒരുമിച്ച് പഠിച്ച ആളാണ്. അന്നേരം അവനോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം, പിള്ളേർക്ക് ഇങ്ങനെ ഒരു സഹായമായിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം അവർ വന്നു പിന്നെ എന്നാ പറയുക, നമ്മൾ പണി തുടങ്ങി, നല്ലൊരു ആത്മബന്ധമായി, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയായി. അന്നേരം ജസ്റ്റ് ആശാന്ന് ഒന്നും അതെ മൊത്തം ഇപ്പം ആൾക്കാർ ആശാന്നുള്ളതാക്കി. കാര്യം ജസ്റ്റ് അന്നേരം അവർ ജസ്റ്റ് വിളിക്കുമായിരുന്നു. അങ്ങനെ എന്നാ പറയുക, പിള്ളേർക്കും എല്ലാം കൊണ്ടും ഭാഗ്യക്കൊടുവിന് നമ്മുടെ ഭാഗ്യം കൊണ്ട്, അതായത് നമ്മുടെ പുതിയ ഷോപ്പിൽ വെച്ചായിരുന്നു അവരുടെ വണ്ടി പണിത്, എല്ലാവർക്കും അറിയാം. അന്നേരം പുതിയ ഷോപ്പിൽ വന്ന് അവർ കാലുകുത്തി അതിനുശേഷം എന്നാ പറയുക, നമ്മളൊരു ഇതായിട്ട് ബിസിനസ് മൈൻഡോ അങ്ങനത്തെ ഒന്നുമായിട്ടല്ല നമ്മൾ ചെയ്തത്. അതായത് എന്നാ പറയുക, ഒരു ഹെൽപ്പ് ആ രീതി ചെയ്തു. പക്ഷേ ആ രീതി ചെയ്തിട്ട് എന്നാ പറയുക, അവരും പെട്ടെന്ന് വളർന്നു. അതായത് 9,000 10,000 എൻ്റെ അടുത്ത് വന്നവർ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇപ്പം അവർ എൻ്റെ അടുത്ത് 9,000 10,000 വന്ന അവർ യൂട്യൂബ് ചാനല് എന്നെ തുടങ്ങി. ഞാൻ യൂട്യൂബ് എന്താണെന്ന് എനിക്ക് 36,000 സബ്സ്ക്രൈബറായി. അന്നേരം അവരുടെ ബന്ധങ്ങളും ഇതും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ഏകദേശം ഒരു ഇത്ര എപ്പിസോഡ്, അത്യാവശ്യം ഇത്ര മാസങ്ങളോളം വർക്ക്ഷോപ്പിൽ, ഈ കൊറോണ ടൈമിൽ നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. അതുപോലെ എപ്പിസോഡുകൾ ചെയ്തു. അന്നേരം എന്നാ പറയുക, ഞാൻ സാധാരണ ബിസിനസ് ചെയ്യുന്നതെല്ലാം പൊട്ടലാണ്. അന്നേരം ആദ്യമായിട്ട് തന്നെ ഒരു ബിസിനസ് 100% സക്സസ് ആവുന്നത്. അതായത് പിള്ളേരും വിജയിച്ചു, എന്നെ പറ്റി കുറേ പേര്. സാധാരണ നമ്മൾ വർക്ക്ഷോപ്പ് വീട് എന്നുള്ള ഒരു ഇതിലാണ്. അന്നേരം പിള്ളേരും അങ്ങ് എന്നാ ഉഷാറായി. എന്നെയും കുറച്ച് പേര് നാട്ടിൽ അറിയുന്നവരായി, നാട്ടിലല്ല പുറത്തായാലും അറിയുന്നവരായി, അജിത്തേട്ടാന്ന് സ്നേഹം കൊണ്ട് പറയുന്നവരായി. അതും ഒരുപാട് എനിക്കും കുറേ നന്മകൾ അതിലൂടെ ഉണ്ടായി. അങ്ങനെ നമുക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ഞായറാഴ്ച ദിവസവും ബിസിയായി. അങ്ങനെയൊക്കെ ഇപ്പോൾ പോകുന്നു. ഇന്നൊരു വീഡിയോ എടുത്തല്ലേ? അതെ, ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അന്നേരം ഇന്ന് ഞാൻ ഇവരിപ്പം വന്ന് താമസിച്ച് അവരുടെ വണ്ടി ലോങ് പോയ സമയത്ത് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നമ്മളിപ്പം 3 വർഷത്തോളം അവരെ മൊത്തം ഇത് സ്പോൺസറാണ്. അതായത് വണ്ടിയുടെ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അന്നേരം നമ്മളത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞതാണ്, റീച്ച് കൂടിയ ശേഷമല്ല, ആദ്യം പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഒരു ഇതായി, കാര്യം ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നതനുസരിച്ച് ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള ഒരു ഇതായി. എല്ലാം കൊണ്ടും ഒരു നല്ലത്. പിന്നെ ഞാൻ മുഖാന്തരം കുറച്ച് പേരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു, അവർ ഉഷാറായി, അവരുടെ ബിസിനസ്. ആ വണ്ടി ആക്കിയപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും വണ്ടി അതുപോലെ സെറ്റപ്പ് ആക്കാൻ കഴിയും നമുക്ക്? അതുപോലെ സെറ്റപ്പ് ആക്കാൻ പറ്റും. ഒരുപാട് പേര് ചോദിച്ചു. ഒരു വലിയൊരു അതുപോലെ വണ്ടിയില്ലേ? അതെ അതിലാവുന്നല്ലോ പറയുന്നുണ്ട്. അതെ ഒരുപാട് പേര് അങ്ങനത്തെ എന്നാ പറയാ, വാൻ ലൈഫ് എന്ന പരിപാടി നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഇവർ വന്ന ശേഷം എന്നാ പറയുക, നല്ലൊരു മൂവിങ് വന്നിട്ടുണ്ട്. എന്നോട് തന്നെ ഒരുപാട് പേര് വാൻ ലൈഫ് ചെയ്യാൻ വേണ്ടി 1-2 വണ്ടി ചെറിയ രീതിയിൽ പണിതും കൊടുത്തു. അങ്ങനെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് വാൻ ലൈഫ് എന്നുള്ള. ഇന്നലെ ഒരു ആൾട്ടോണൂറിൽ വാൻ ലൈഫ് ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ ഇന്നലെ ആൾ വന്നു. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു വാൻ ലൈഫിൻ്റെ പിള്ളേരേ ഉള്ളൂ. ഇതാണ് ഈ ബുൾജെറ്റാണ്. നമ്മൾ അവരെ ഫ്രീ ആയിട്ട് ചെയ്തും കൊടുക്കുള്ളൂ, സപ്പോർട്ടും ചെയ്യുള്ളൂ. കാര്യം നമ്മളെ ആരും അറിയാത്തപ്പം ഇത്ര എത്തിച്ചത് അവരാണ്. നമ്മുടെ ഷോപ്പിനെ പറ്റി എന്നെ പറ്റി അറിഞ്ഞത് അവരാണ്. പിന്നെ എൻ്റെ ഷോപ്പിൽ വന്നപ്പോൾ അവരിത്ര വളർന്നു എന്നുള്ളത് എനിക്കും അഭിമാനിക്കാം. കാര്യം അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലതായിട്ട് പോകുന്നു. കണ്ടിട്ട് കുറേ പേര് ചെറുപ്പക്കാര് കുറേ ആൾക്കാർ വാൻ ലൈഫിന്റെ ഇതില് വരുന്നുണ്ട്. പ്രചോദനമാണ്. പിന്നെ ഇവരുടെ വിജയം ഭയങ്കര വിജയമാണ്. ഇപ്പം തന്നെ എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെ ഇതാണ്, ഭയങ്കര വിജയമാണ്. ഒന്നുമില്ലാത്തടത്തുനിന്ന് അതെ ഓവർ എന്നാ പറയാ, ഓവർ ജാടേ ഇല്ല. ഇത്ര വ്യൂസ് ആയാലും കുറച്ച് പേർക്ക് ജാട വരും. അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതൊന്നും അവരുടെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഉയരങ്ങളിൽ എത്തട്ടെ. അതുമാത്രമല്ല, ഇനിയും നമ്മൾ റിന്യൂവൽ വർക്കിന് ഇനിയും വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഒരു പണി വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതെ
കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് എന്ത് സംഭവിച്ചാലും ചെയ്തു കൊടുക്കാം. അതുപോലത്തെ റോഡുകളിൽ കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത്, അതുപോലത്തെ ഇതിൽ എന്നാ പറയുക, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി ചെയ്യൽ നടക്കില്ല. അതായത് ഇപ്പോൾ 14 ദിവസം ക്വാറൻറ്റൈനിൽ അന്യ സംസ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിൽ ക്വാറൻറ്റൈനിൽ കിടക്കണം. അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് സാധനം എന്തെങ്കിലും പറ്റിയാൽ നമ്മളത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ സാധാരണ ഇപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ഞാനാണ് ഇപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. സത്യമല്ലേ? അന്നേരം നീ ഇങ്ങനെ വന്നത് തന്നെ നമ്മൾ അതിൽ കൂടിയാണ്. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങളായി, ഒന്നും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ടൊക്കെ സന്തോഷം. ഇപ്പൊ ഈ കാറില്ലേ ഒരു മോഡിഫൈ പറ്റിയ കാറാണോ? ഇപ്പൊ മോഡിഫൈ എന്തെല്ലാം മോഡിഫൈ വരുത്താൻ കഴിയും? മോഡിഫിക്കേഷൻ ഇപ്പം കുറച്ച് അല്ല, ഇപ്പൊ മോഡിഫൈ ഈ പ്രശ്നങ്ങളില്ലാത്ത മോഡിഫിക്കേഷൻ സാധാരണ നമുക്ക് ഈ റൂൾസിൽ അംഗീകരിച്ച മോഡിഫിക്കേഷൻ പറ്റുന്ന എന്തെല്ലാം പറ്റും? അംഗീകരിച്ച മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പെയിന്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അംഗീകരിച്ച RC-യിൽ ചെയ്യാൻ പറ്റുന്നത്. പെയിന്റിങ്ങിലാണ് ഒരു വണ്ടിയുടെ വൃത്തി എന്ന് പറയുന്നത്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളല്ല. ഓവർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മോഡിഫിക്കേഷൻ്റെ അങ്ങേയറ്റത്തിലുള്ള ആളാണ്. എൻ്റെ എല്ലാ വണ്ടികളും മോഡിഫിക്കേഷനിൽ പെട്ടതാണ്. ഇപ്പോൾ ഒന്നും ഇറക്കാതെ ഞാനിപ്പോൾ മാരുതി 800-നൊക്കെയാണ് നടക്കുന്നത്. കാര്യം പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ, ആകെപ്പാടെ ഇപ്പോൾ ഇനി ഇറക്കാൻ പോകുന്ന ഒരു ബെൻസ് പഴയ മോഡൽ മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ ധൈര്യമായിട്ട് എടുക്കാവുകയും ചെയ്യാം, അത്യാവശ്യം വണ്ടി കാണാനുമുണ്ട്. കോണ്ടസയുടെ മോഡൽ ഒരു ബെൻസ് 2000 മോഡലുണ്ട്. ആ ബെൻസ് ഇനി ഉപയോഗിക്കാൻ വേണ്ടി ഇരിക്കുക. കാര്യം ബാക്കി വണ്ടികളൊന്നും പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതെ. അപ്പോൾ ഇവരെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്താണ്. ഏകദേശം ഇവിടെ 4 കിലോമീറ്റർ ഉള്ളൂ. അച്ഛനും അമ്മയും വീട്ടിൽ ചെന്നാലും ഉണ്ടാവും. കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, അവർക്കും ഒരു സന്തോഷമാവും.